നല്ല ഹൈപ്പാണ്. കാരണം നിലമ്പൂരിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്, ഉപതെരഞ്ഞെടുപ്പിൻ്റെ സന്ദേശം പറയുന്നത് മാറ്റാണ്. ആ മാറ്റം നാട്ടിലുണ്ടാവണമെങ്കിൽ UDF ജയിക്കണ്ടേ, അല്ലെങ്കിൽ ആദ്യത്തെ സ്ഥിതി തന്നെ ആവൂലേ. അപ്പോൾ ഈ രാജിയെ തുടർന്ന്, MLA രാജിയെ തുടർന്ന് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് വന്ന സാഹചര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാറ്റം വേണം. മാറ്റം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇനി UDF ജയിക്കണം. ഉപതെരഞ്ഞെടുപ്പിലും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും UDF ജയിക്കണം. അല്ലെങ്കിൽ എവിടുന്ന മാറ്റം? നിലവിലുള്ള സ്ഥിതിയിൽ ജനങ്ങൾ സംതൃപ്തമാണ് എന്നുണ്ടെങ്കിൽ തുടരാം. പക്ഷേ സംതൃപ്തമല്ലല്ലോ. പൊട്ടിപ്പൊളിഞ്ഞ റോഡും മലയോര മേഖലയിലെ ജനങ്ങളുടെ കഷ്ടപ്പാടും അതുപോലെ തന്നെ മനുഷ്യനെ പുലി പിടിച്ച് തിന്നലും എല്ലാം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു വികസനവുമില്ല, സാമൂഹ്യക്ഷേമ പദ്ധതികളും ഇല്ല, ഒന്നുമില്ല. ആ സ്ഥിതിക്കൊരു മാറ്റം വരാനാണല്ലോ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വന്നത്. അതുകൊണ്ട് തീർച്ചയായും ജനങ്ങൾക്ക് ആ സന്ദേശം കിട്ടിയിട്ടുണ്ട്, മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് LDF UDF മത്സരമാണ്, അതേ ജനങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുള്ളൂ. അതിൽ UDFന് നല്ല ഹൈപ്പുണ്ട്, ജയിക്കുകയും ചെയ്യും. അതാണ് ഇവിടെ കാണുന്നത്. ഞാൻ LDF UDF മത്സരത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാത്ത പല മത്സരങ്ങളും ഇവിടെ ഉണ്ട്, സ്ഥാനാർത്ഥികളുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. സീരിയസ് ആയിട്ടുള്ള മത്സരം എന്ന് പറയുന്നത് ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലാണ്. ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു കൊടുത്തോ? ഞാനൊരു കാര്യം പറയാം, ആ വക കാര്യങ്ങളൊന്നും പറയണ്ട. ഞങ്ങൾ തീരുമാനിച്ച ചോദിച്ചുകൊണ്ടിരിക്കണ്ട, വെറുതെയാണ്.